എം.എൽ.എ. ശ്രീമതി കെ രമ ടെലിഫോൺ ലൈനിലുണ്ട്. എം.എൽ.എ. വളരെ ഹൃദയസ്പർശിയായ നിലയിലാണ് ചീഫ് സെക്രട്ടറി ആ വാക്കുകൾ കുറിക്കുന്നത്. എത്രയോ കാലങ്ങളായി ഒരുപക്ഷെ അവർ കേട്ടനുഭവിച്ച് അപ്പോഴൊന്നും പ്രതികരിക്കാതെ പോയത് ഇപ്പോൾ ചീഫ് സെക്രട്ടറി എന്നൊരു സ്ഥാനത്തിരിക്കുമ്പോൾ പോലും അവരെ മാനസികമായി അത് ഉലയ്ക്കുന്നു എന്നാണ് ആ വാക്കുകളിൽ നിന്ന് വായിക്കാൻ കഴിയുക. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നത് നമ്മൾക്ക് എല്ലാവർക്കും നമ്മൾ തലകുനിക്കേണ്ട ഒരു കാര്യമാണല്ലേ? അയ്യോ, തീർച്ചയായിട്ടും അത് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഏറ്റവും ഉന്നതമായ പദവികളിൽ ഇരിക്കുന്ന ആളുകൾ പോലും ഇതുപോലെ മാനസികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഇത്രയും പുരോഗമനപരമായി നമ്മൾ നിൽക്കുന്ന ഒരു നാട്ടിൽ ഇതൊന്നുമല്ല എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ ഇപ്പോഴും നടക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തതാണ്. കറുപ്പിന്റെ പേരിൽ എന്താണ് ആരാണ് ഇങ്ങനെ കാണുന്നത്? എന്താണ് കറുപ്പിന് എന്താണ് പ്രശ്നം? ആരാണ് ഇത്ര കളറിന് ഇത്ര പ്രാധാന്യം കൊടുത്തു നോക്കുന്നത്? നമുക്കൊന്നും അങ്ങനെ തോന്നില്ല. ഞാൻ എന്റെ ഭർത്താവിനെ തെരഞ്ഞെടുത്ത് കറുപ്പായിരുന്നു അദ്ദേഹം. എനിക്കതിലൊരു പ്രശ്നവും തോന്നിയിരുന്നില്ല. ഞാൻ അഭിമാനത്തോടു കൂടി കണ്ടിരുന്ന ഒരാളാണ്. എന്തിനാണ് ഈ കറുപ്പിനെ ഇങ്ങനെയാകുന്നത്? വെളുപ്പായതുകൊണ്ട് എന്ത് ഗുണമുണ്ടാവുന്നു? വെളുത്തവന്റെ ഉള്ളിൽ ഏറ്റവും നിറഞ്ഞ വലിയ ഇരുട്ടായിരിക്കും. അതിപ്പോ പറയാൻ കഴിയുമോ? അപ്പൊ കറുപ്പും വെളുപ്പമാണോ ആളുകളെ തീരുമാനിക്കുന്നത്? തീർച്ചയായിട്ടും ഇത് അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമാണ്. അവരുടെ കൂടെയാണ്. ഒരു കാരണവശാലും അത്തരത്തിലുള്ള ഒരാൾ പോലും കറുപ്പായതുകൊണ്ടുള്ള ഒരു ഇൻഫ്യൂരിറ്റി ഉണ്ടാവരുത്. കാരണം വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു സങ്കല്പങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന് തോന്നുന്നു. വെളുപ്പിനോട് വലിയ പ്രിയം, എല്ലാറ്റിനും കറുത്ത വസ്ത്രം ധരിച്ചു വരും. നമ്മൾ ആലോചിച്ചു, ഒരു പ്രതിഷേധമായി കറുപ്പ് ധരിക്കുന്നു എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ലേ? നമ്മളത് മാറ്റണം എന്നാണ് ഞാൻ പറയുന്നത്. അതൊക്കെ ഈ കറുപ്പിനോട് ആളുകൾക്ക് കറുപ്പ് എന്തോ മോശമാണ് എന്ന ധാരണയിലേക്ക് മനുഷ്യരുടെ ചിന്തകളിലേക്ക് എത്തിക്കുകയാണ്. ഇപ്പൊ ചെറിയ കുട്ടികളായാലും അവരുടെ വളർന്നു വരുമ്പോൾ ഇതൊക്കെ കണ്ടുവരുമ്പോൾ കറുപ്പൊരു മോശമാണ് എന്നുള്ള ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ അതിനൊക്കെ സാധിക്കുന്നുണ്ട്. അപ്പൊ അത്തരം എല്ലാ ഇടങ്ങളിലും നമുക്കിത് സമൂഹം ഒന്നടങ്കം അതിനെതിരെ വരണം. അത്തരത്തിലൊരു ചിന്താഗതിക്കെതിരെ അങ്ങനെ പറയുന്നതിനെ അതുകൊണ്ട് ഇത്തരം പ്രത്യേക സ്ഥലങ്ങളിൽ നമുക്ക് ഇതൊക്കെ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് എന്നുകൂടിയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്കിത് മാറ്റാൻ കഴിയുള്ളൂ. ഇത്രയും നാട്ടിൽ ശാരദാ മുരളീധരനെ പോലെയുള്ള ഏറ്റവും ഉന്നതരായ ഒരു ഉദ്യോഗസ്ഥ, ചീഫ് സെക്രട്ടറി, എന്ത് ഏബിളാണ് അവരെന്നറിയോ? എന്തൊരു ശക്തയായ സ്ത്രീയാണ് അവരെന്നറിയോ? വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ടുപോകുന്ന ഒരു സ്ത്രീയാണ് അവർ. അവർക്ക് അങ്ങനെ ഒരു മാനസികമായ പ്രയാസമുണ്ടായി എന്നുള്ളതും അവരത് ഇന്നലെ വളരെ എന്താ പറയാ ഹൃദയത്തിൽ തട്ടുന്ന രൂപത്തിലാണ് അത് എഴുതിയത് എന്നാണ് പറഞ്ഞത്. ഞാനത് എഴുതിയത് കണ്ടിട്ടില്ല, ഞാനത് കേട്ടിട്ടേ ഉള്ളൂ. ഏതായാലും ഇപ്പൊ തന്നെ ഞാനത് നോക്കുന്നതാണ്. മറ്റു കാര്യങ്ങൾ പ്രതികരിച്ചും ഏതായാലും വളരെ മോശമായി പോയി. അദ്ദേഹത്തിന്റെ കൂടെയാണ്. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ആളുകളുടേക്ക് ഒരു മനോഭാവം നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും അത് ശ്രദ്ധിക്കണം. കറുപ്പിന് ഒരു പ്രശ്നവുമില്ല. വെളുപ്പ് കൊണ്ടൊരു മഹത്വവും ഉണ്ടാകാൻ പോകുന്നില്ല. എല്ലാവരുടെയും മനസ്സാണ്. നമ്മുടെ മനസ്സിനകത്ത് വെളുപ്പുണ്ടാവുക എന്നത് മാത്രമേ ഉള്ളൂ, തൊലിപ്പുറത്തുള്ളതിനെ അല്ല എന്നുള്ളത് സമൂഹം ചിന്തിക്കണം. അങ്ങനെ ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ആ ധാരണ മാറ്റണം. അത്തരത്തിൽ ഒരു വ്യക്തികളും ഒരു കോംപ്ലക്സോടുകൂടി ജീവിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്.